അട്ടിമറിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല. എനിക്ക് വിശ്വാസം തീർച്ചയുണ്ടെന്ന് ഉണ്ടോ? എനിക്ക് നല്ല വിശ്വാസമുള്ള ആളത്. ഞാൻ കേസിൻ്റെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ BJPയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കേസിൻ്റെ അകത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ ഇടപെടാൻ പോകുമ്പോൾ നിങ്ങൾ തന്നെ പറയില്ലേ രാഷ്ട്രീയ ഇടപെടലാണ്. അന്വേഷിക്കട്ടെ. SFIയുടെ അന്വേഷണം ഇനിയും 4.5 മാസം കൂടി SFIക്ക് ഇനി അന്വേഷിക്കാൻ സമയമുണ്ട്. ഇലക്ഷൻ ആയിരുന്നു. ഇലക്ഷന് മുമ്പ് എനിക്ക് വിവരങ്ങൾ കിട്ടിയത്. ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞാൽ അതൊരു ഇലക്ഷൻ സ്റ്റണ്ടായി മാറും. കാരണം എൻ്റെ രാഷ്ട്രീയ പാർട്ടി BJP എന്ന നിലയിൽ ഞാൻ ഇലക്ഷന് വേണ്ടി പറയുന്ന പോലെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ഘട്ടം കൂടെ ഇലക്ഷനുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ ഇനി പൊതുസമൂഹം അറിഞ്ഞു പോകണം. കാരണം ഇനി ഈ മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് തുടരാൻ പാടില്ല. ഇടപാടുകൾ ഇനി മാത്രമൊരു കാര്യം കൂടെ പറയാം. ഈ അക്കൗണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ അമേരിക്ക പോക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ അക്കൗണ്ടിൽ നിന്നും വന്ന കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. പോയത് 90% അമേരിക്കൻ അക്കൗണ്ടുകളിലേക്കാണ്. ഈ അക്കൗണ്ടിൽ നിന്നും വന്ന കാര്യം ഞാൻ പറഞ്ഞു. UAയിലും US-ലുമുള്ള അമേരിക്കയിലുമുള്ള അക്കൗണ്ടിലേക്കാണ് ഇവിടെ നിന്നും പണം കൂടുതൽ പോയിട്ടുള്ളത്. കൊടുത്തിട്ടുണ്ടല്ലോ, ഓൾറെഡി കൊടുത്തു. ഉത്തരവിടേണ്ട അന്വേഷണം കേട്ടുകേൾവി അല്ലല്ലോ ഇത്. ഇങ്ങനെ അല്ലല്ല, ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞാൻ ഈ പരാതി അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് കോടതിയിലേക്ക് അയച്ചത് ഒരു കേസിൻ്റെ ഞാനൊരു അഡീഷണൽ ഡോക്യുമെൻ്റ് അന്വേഷണ ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അത് കോടതി അറിയിക്കുക എന്നുള്ള ഫോർമാറ്റ്. ഇപ്പോൾ അന്വേഷണത്തിന് കോടതി ഉത്തരവുന്നുണ്ട്. ഓൾറെഡി എൻക്വയറി ഈസ് ദെയർ. എൻക്വയറി അവിടെ ഉണ്ട്. അതിൽ നിന്ന് പുതിയ അന്വേഷണം ഒന്നും കോടതി ഉത്തരവിടേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഫയൽ ചെയ്തൊരു കേസ് കോടതി നിലനിൽക്കുമ്പോൾ ഞാനൊരു അഡീഷണൽ ഡോക്യുമെൻ്റ് കൊടുത്താൽ അത് കോടതി അറിയിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ദാറ്റ്സ് ഓൾ. അല്ലാതെ കോടതി അതിനകത്ത് പ്രത്യേകിച്ച് അന്വേഷണത്തിന് ഉത്തരവൊന്നും ഇടേണ്ട കാര്യമില്ല. SFI എൻക്വയറി അവിടെയുണ്ട്, EDയുടെ എൻക്വയറി അവിടെയുണ്ട്. തെളിവല്ല ഉണ്ടാക്കേണ്ടത്. തെളിവ് എൻ്റെ കയ്യിലുണ്ട്, അത് പക്ഷേ അത് നിങ്ങൾ എടുക്കല. പുനരന്വേഷണം തുടങ്ങട്ടെ. ലാവ്ലിൻ കേസിൽ പണം കൈപ്പറ്റിയതിനല്ല തെളിവില്ല. ഇപ്പം വേണമെങ്കിൽ ഒന്നുകൂടെ പുനരന്വേഷണം വെച്ചാൽ മതിയല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിന് പ്രത്യേകിച്ച് വേറെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്നും ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് സർക്കാർ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ട് മേടിച്ചാൽ ഇതിനെല്ലാം തെളിവായി. എനിക്ക് ബോധ്യമുണ്ടെന്ന്. അല്ല, കോടതി അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യം. ഞാൻ പറയട്ടെ, ഒരു സാധാ പൗരനായ അങ്ങേറ്റം ഒരു അഭിഭാഷകനായ പൊതുപ്രവർത്തകനായ ഷോൺ ജോർജിൻ്റെ പരിധിയിലല്ല അതിൻ്റെ ഒരു ഒറിജിനൽ ഡോക്യുമെൻ്റ് കിട്ടുക എന്ന് പറയാം. ഞാൻ ചോദിച്ചാൽ തരുമോ? ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൽ കയറി ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് ചോദിച്ചാൽ തരികയല്ലോ. പിന്നെയാണോ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ കയറി ഷോൺ ജോർജിന് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയുക? അല്ല, അത് ഞാൻ എൻക്വയറിക്കല്ലോ. അല്ല, ഞാൻ വിത്ത് അഫിഡവിറ്റില്ല കൊടുത്തത്. എൻ്റെ നോളജ് അനുസരിച്ച് ഇതും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുത്തുന്നുണ്ട്. കാരണം ഇവിടുന്ന് പോയിട്ടുള്ള ഫണ്ട് ചെറുതല്ല. ആ ഫണ്ട് എവിടെ പോയി എന്ന് എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് ഇത് കൂടി ഈ അന്വേഷണം കൂടിയേ കഴിയും. മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ ദുബായിൽ എവിടെ പോയിട്ടും തിരിച്ചു വന്ന് ദുബായിലുള്ള കുറച്ച് ചുറ്റുകളിയും പിന്നെ ഈ അമേരിക്കയ്ക്ക് ഇടയ്ക്കിടയ്ക്കുള്ള പോക്കും ഒക്കെ ഇപ്പോൾ പല ആരോപണം വന്നാൽ പിന്നെയാണ് ഈ അമേരിക്കയ്ക്ക് പോക്ക് കുറച്ചത്. പക്ഷേ അമേരിക്കയിലാണ് ഇതിൻ്റെ എല്ലാ ആസ്ഥാനം. ചില വ്യക്തികൾ അവിടെ ഉണ്ട്. അല്ല, ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായ റൂട്ടിലാണ് പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ വീണ് കിട്ടിയത് 1.72 കോടി രൂപ മാത്രമാണ്. 1.2 കോടി രൂപ 72 കോടി രൂപയുടെ ഇടപാടാണോ കരിമണൽ കന്നുമായിട്ട് നടന്നിട്ടുള്ളത്? നിങ്ങൾക്ക് എനിക്കും ബോധ്യമുള്ള കാര്യമാണ്. അതൊന്നുമല്ല, ഒത്തിരി വലുതാണ്. പക്ഷേ എങ്ങനെയോ അക്കൗണ്ടിൽ വന്നു, നമുക്ക് വീണ് കിട്ടിയതാണ്. അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് എൻ്റെ മുമ്പിൽ വന്ന് കിട്ടിയത് ദൈവം കൊണ്ട് തന്നതാണ്. അത്രേ ഉള്ളൂ. പിന്നെ ലോകത്ത് എവിടെ പോയാലും മലയാളി ഉണ്ടല്ലോ. നിന്നിട്ടുണ്ടോ, മുമ്പോട്ട് പോയിട്ടുണ്ടോ എന്നതില്ല. എന്നാണേലും 2 ആഴ്ച മുമ്പും ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് എൻ്റെ
എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൻ്റെ കാലാവധി കഴിയുമ്പോൾ EDയുടെ SFIയുടെ നിലപാട് ഇതാണെങ്കിൽ എനിക്ക് ചോദ്യം ചെയ്യേണ്ടതായി വരും. പക്ഷെ അതുവരെ എനിക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ലല്ലോ. എപ്പോഴും പറയുന്നതാണല്ലോ, എല്ലാത്തിനും രാഷ്ട്രീയ ആയുധമാണല്ലോ. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പം അടുത്ത നവംബറിലാണ് 2025 നവംബറിൽ ഇനി ഒരു ഇലക്ഷൻ വരാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി പറയാനൊന്നുമില്ലല്ലോ. മാത്രമല്ല ഇനി വരാനുള്ള ഒരു ഘട്ടം ഇലക്ഷൻ കൂടെ വരാനുള്ളത് ഇവിടെയെങ്ങും അല്ല, അവിടെ പ്രത്യേകിച്ച് CPM ഉള്ള സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കേസ് നേരത്തെ പോസ്റ്റ് ചെയ്താൽ നാളെ CMRലെ കേസും ഡൽഹി ഹൈക്കോടതി നാളെ തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ല, അന്ന് ഇലക്ഷൻ തൊട്ട് മുമ്പാണ് കേസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള കമൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയല്ല. ജുഡീഷ്യൽ ഓഫീസേഴ്സ് എപ്പോഴും രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇലക്ഷന് മുമ്പ് ആവശ്യമില്ലാത്തൊരു കമൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഡർ, ഇതൊന്നും ജനാധിപത്യ പ്രക്രിയയെ ജുഡീഷ്യറി ഇടപെടരുത് എന്ന് എല്ലാ ജഡ്ജസിനും നിർബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഇലക്ഷനൊക്കെ കഴിയട്ടെ, ഇലക്ഷൻ കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യുക. കാരണം അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയിട്ടില്ല, ഇൻട്രീം ഓർഡേഴ്സ് ഒന്നുമില്ല, അന്വേഷണം നടത്തുന്നതിന് യാതൊരു തടസ്സമില്ല എന്ന് SFIO വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പം നാളെ CMRൻ്റെ കേസ് ഡൽഹി ഹൈക്കോടതിയിലുണ്ട്. അവിടെ ഞാൻ കക്ഷി ചേരാൻ അപേക്ഷ ഇംപ്ലൈനിങ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ CMRൽ അവിടെ ആരോപിച്ചിട്ടുള്ളത് ഷോൺ ജോർജും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് ഉണ്ടാക്കിയ ഗൂഢാലോചനയാണ് ഈ കേസ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ആദ്യം പബ്ലിഷ് ചെയ്തത് മനോരമയാണ്. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് പബ്ലിഷ് ചെയ്തത് മനോരമയാണ്. മനോരമ പോലെ ഒരു പബ്ലിക് ഇല്ലത്തിൽ നിന്നാണ് നമുക്ക് ആ സാധനം കിട്ടുന്നത്. അതിനുശേഷം ഇത് കേരള നിയമസഭയിൽ വന്നു. അതിൻ്റെ ഡോക്യുമെൻ്റ് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പത്ര ഓഫീസിലും ആ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഇതിരിപ്പുണ്ട്. അപ്പോൾ അവരവിടെ പറഞ്ഞിട്ടുള്ളത്, ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, ഇത് വളരെ ആസൂത്രിതമായി ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഷോൺ ജോർജും കൂടെ ആസൂത്രിതമായി ഇത് ലീക്ക് ചെയ്ത് പുറത്ത് വിട്ട്, അപ്പോൾ ഞാനാണ് അവിടെ മുഖ്യപ്രതിയായിട്ട് അവരെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കേസിൽ കക്ഷി ചേരേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഞാൻ കക്ഷി ചേരാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു ആരോപണമില്ല ഈ കേസിൽ. ഞാനിപ്പോഴും ഇന്ന് രാവിലെയും എൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തെ അറിയിച്ച് തന്നെയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചതും. ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചു, എനിക്ക് ഈ കേസുമായി മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം, പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകണം. അത് പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഒരു സഹായങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻ്റെ നേതൃത്വത്തെ ഞാൻ കൃത്യമായി അറിയിച്ച് തന്നെയാണ് പോകുന്നത്. ഇന്ന് രാവിലെയും ഞാൻ ബന്ധപ്പെട്ട് ഞാൻ പത്രസമ്മേളനം വിളിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റെ പാർട്ടിയോട് അറിയിച്ചിട്ടുണ്ട്. അത് ഷോണിൻ്റെ സ്വാതന്ത്ര്യം, വ്യക്തി എന്നതല്ല. ഞാൻ ചാനലുകളിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുമ്പോൾ പോലും ഞാൻ BJP എന്ന് പറഞ്ഞല്ല, എന്നെ പരാതിക്കാരൻ എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ എൻ്റെ സ്റ്റാറ്റസ് ഈ കേസിൽ അങ്ങനെ തന്നെ ആയിരിക്കും. CMRൽ എക്സാലോജിക് ഇടപാടിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയായിരുന്നു ഷോൺ ജോർജ്. എക്സാലോജിക്കിന് വിദേശത്ത് അക്കൗണ്ടുകളുണ്ട്, അബുദാബിയിലെ ബാങ്കിൽ കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്, അതിലൊക്കെ അന്വേഷണം വേണം. SNC ലാവ്ലിൻ PwCയും ഒക്കെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ, വിശദാംശങ്ങൾ പൂർണ്ണ ബോധ്യത്തോടെയാണ് താൻ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ അന്വേഷണ ഏജൻസികളെ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് ഷോൺ ജോർജ് പറഞ്ഞത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.